വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ സുകന്യ ജയറാം. 2025 വരവേൽക്കാനായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം എന്തെല്ലാം കടന്നുപോയി അല്ലേ? സന്തോഷം, കണ്ണീര്, ഉയർച്ച, താഴ്ച, ഇതെല്ലാം എന്തൊക്കെ ആയാലും അവസാനം ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മൾ എല്ലാവരും ഒരേ മനസ്സോടെ കാത്തിരിക്കുന്നത് ആ ഒരു പുതിയ വർഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊച്ചി കായലിലെ ഇംപീരിയൽ ക്രൂയിസിലാണ്. എറണാകുളത്ത് നമ്മുടെ സ്വന്തം കൊച്ചിയിലുള്ള ഒരു ക്രൂയിസാണിത്. വൈകുന്നേരം 5 മണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. എവിടെയെന്നല്ലേ? അറേബ്യൻ കടലിൻ്റെ അങ്ങോട്ട് നമ്മൾ പോവാണ്. ഇവിടെ DJ ഉണ്ട്, ഡാൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, രുചികരമായ ഭക്ഷണം, ഇതെല്ലാം അടങ്ങുന്ന ഒരു സ്വർഗതുല്യമായ ഒരു അനുഭവമാണ് നമ്മുടെ ഈ ഇംപീരിയൽ ക്രൂയിസിലൂടെ നമുക്ക് കിട്ടാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ കൂടെ വരും. നിയോ ക്ലാസിക്കിൻ്റെ ഇംപീരിയൽ ക്ലാസിക് ക്രൂയിസിൻ്റെ ഉടമയായ നിഷിജിത് കെ ജോൺ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ ഇംപീരിയൽ ക്ലാസിക് ക്രൂയിസ്, അതിൻ്റെ അനുഭവവും അതിൻ്റെ കാര്യങ്ങളും സവിശേഷതകളും എല്ലാം നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഹലോ സർ. ക്ലാസിക് ഇംപീരിയൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ നിയോ ക്ലാസിക്കിൻ്റെ 6ാമത്തെ വെസലാണ്. ഈ 6 വെസലും ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ പണിതാണ്. ക്ലാസിക് ഇംപീരിയൽ ഞങ്ങൾ പണിതുന്നത് കഴിഞ്ഞ കോവിഡ് സമയത്താണ്. മാർച്ച് 5-ാം തീയതി പണിയുന്നു, മാർച്ച് 22-ാം തീയതി കോവിഡ് ആകുന്നു. ദൈവം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ കൊണ്ട് 3 വർഷം കൊണ്ട് ഞങ്ങൾ ഈ വെസൽ, അതായത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ, അതായത് ഒരു ഫോറിൻ നിന്നോ അമേരിക്കയിൽ നിന്നോ ദുബായിൽ നിന്നോ ആര് വന്നാലും അവർക്കൊരു കല്യാണമോ വെഡ്ഡിങ് ആനിവേഴ്സറിയോ എന്ത് നടത്താനും അല്ലെങ്കിൽ കോളേജ് റീയൂണിയൻ നടത്താനും പറ്റിയ ഒരു നല്ല വെസലാക്കി ഞങ്ങൾ. നമുക്ക് എത്ര പേരെ പരമാവധി ഇതിനകത്ത് നമുക്ക് കൊള്ളിക്കാൻ പറ്റും? ഇതിനകത്ത് 150 പേരുടെ കപ്പാസിറ്റി, 150 പേരെ ഒന്നിച്ച് യാത്ര ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ക്രൂയിസ് വെസലാണ് അദ്ദേഹം ഇപ്പോൾ നമുക്കിവിടെ നിർമ്മിച്ചത്. അത് നമുക്ക് നോക്കിയാൽ അറിയാം, ഭയങ്കര കളർഫുൾ ആയിട്ട് നമ്മുടെ ഈ കൊച്ചി കായലിൽ ഇങ്ങനെ ഓളം തല്ലുന്ന ഈ കായലിൻ്റെ ഇടയിൽ ഇതിങ്ങനെ നിറങ്ങൾ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത പോലെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ക്രൂയിസാണിത്. അത് തന്നെ നമുക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്, ഒരു കളർഫുൾ പോസിറ്റീവ് എനർജിയാണ്. ഇതിൻ്റെ അകത്ത് കയറിയാലും നമുക്ക് 4 hours 5 to 9 ഉള്ള ഡിന്നർ ക്രൂയിസ് ആണ്. ഇപ്പൊ നമ്മൾ 2500 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാണ് ആളുകൾ കയറിയത്. ഇത് 4 hours ക്രൂസ് ആണ്, 5 to 9 ആണ്. ഇതിപ്പോ നേരെ പോയാൽ കടലിലേക്ക് പോയി സൺസെറ്റ് കണ്ട്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബാൻഡ് പെർഫോം ചെയ്യും. ഈ ബാൻഡ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും. ബാൻഡും നമ്മുടെ തീവ്ര എന്ന് പറഞ്ഞ ബാൻഡായിട്ടാണ് നമ്മുടെ കമ്പനിയുടെ കോൺട്രാക്ട്. അതേപോലെ ഡാൻസേഴ്സ്, താണ്ഡവം എന്ന് പറഞ്ഞാൽ കൊച്ചിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഏറ്റവും ഫേമസ് ഒരു ഡാൻസ് കമ്പനിയായിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഈ വെസൽ നിർമ്മിച്ചപ്പോൾ ഞങ്ങളുടെ ഇൻറ്റീരിയർ ചെയ്തത് ഡീറ്റെയിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതായത് ഇന്ന് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ആളുകൾക്കൊക്കെ അറിയാം, ഡീറ്റെയിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇൻറ്റീരിയർ ചെയ്തത്. പിന്നെ സൗണ്ട് സിസ്റ്റം ഞങ്ങൾ ചെയ്തതും മേയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. പിന്നെ ഞങ്ങളുടെ ഓൺ കൺസ്ട്രക്ഷനാണ്. ഇതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ പെയിൻ്റായ ജോട്ടൂൺ ആണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഫുൾ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. Hi, how are you? I'm good, thank you. How are you? Fine, thank you. പേരെന്താ? ജമാൽ. സമീറ. ഐഷ. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ കാലിക്കറ്റ്. ഇവിടേക്കായിട്ട് വരുന്നതാണോ? കയറാനായിട്ട് വന്നതാണ്. അപ്പോൾ ക്രൂയിസിൽ വരാനായിട്ട് കോഴിക്കോട് നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. സർ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ദുബായിലാണ്, ബിസിനസ് ആണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലീവിന് അല്ലെങ്കിൽ ഷോർട്ട് വെക്കേഷൻ വന്നതാണ്. ഷോർട്ട് വെക്കേഷൻ വന്നതാണ് അല്ലേ? ഓക്കെ. മാം വർക്ക് ചെയ്യുന്നുണ്ടോ? എന്ത് ചെയ്യാ? ഫസ്റ്റ് ഇയർ എക്കോ കാർഡിൽ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെയാണോ പഠിക്കുന്നത്? ഓ ശരി. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. അപ്പൊ കേരളത്തിൽ നമുക്ക് ദുബായിലെ പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? സൂപ്പർബായിട്ടുണ്ട്. അപ്പൊ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പം പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് പതുക്കെ വൈബ് എടുത്ത് വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ DJ ഉണ്ട്, ഫുഡ് ഉണ്ട്, വേറെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ ന്യൂ ഇയർ ഒക്കെ വരല്ലേ? ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ ആണ്. അപ്പം ന്യൂ ഇയർ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തിരിച്ചു പോവാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഷോർട്ട് വെക്കേഷൻ വന്നുകൊണ്ട് എന്തായാലും പോകണം. ഞങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് പോകും. ഞങ്ങളെ കൂടെ ഏറ്റവും അടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സുകളുണ്ട്. നേരത്തെ കണ്ടില്ലേ, റാഫി,
അവരൊക്കെ നിർബന്ധിച്ച് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് അടിച്ചതാണ്. ഇനി എന്തായാലും ഇടക്കിടക്ക് വേണ്ടി പ്രതീക്ഷിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും. ശരി. അപ്പൊ ന്യൂ ഇയറിന് ഇതുപോലത്തെ യാത്രകൾ എപ്പോഴും ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ. വേറെ മോളെന്ത് വേറെ പാട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പാട്ട് പാടിയാലോ? കൂട്ടുകാരി നമ്മളിപ്പോ ഒരു പാട്ട് പാടുന്നു. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കണിതമേ, പൊന്മണി വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇങ്ങ സൗഖ്യമേ, എണ്ണി പാർക്കയിൽ കവിത കൊട്ടത് അത് നിനക്കയിൽ വാർത്ത മുട്ടത്. ഓ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കണിതമേ. താങ്ക് യു. ഓക്കെ. അപ്പൊ പാടിയതുകൊണ്ട് ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടോ? ട്രിവാൻഡ്രത്ത് ഹാപ്പി ലാൻഡിൽ പോയിട്ടുണ്ടോ? ഹാപ്പി ലാൻഡ് ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് വേമ്പായത്തിന് അടുത്താണ് ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഉള്ളത്. ഇവിടെ നമുക്ക് ലാൻഡ് ആൻഡ് വാട്ടർ റൈഡ്സ് ആയിട്ട് ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വൈകിട്ട് വരെ നെക്സ്റ്റ് ട്രിപ്പിൽ എന്തായാലും വരാം. നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും ഒരു സമ്മാനമുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ഇനി വരാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ലാൻഡ് ഹാപ്പി ന്യൂ ഇയർ 2025. എല്ലാവർക്കും നേരുന്നു സന്തോഷം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഹാപ്പി ലാൻഡിൻ്റെ കൂടെയുള്ള ഈ ഹാപ്പി ന്യൂ ഇയർ വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ ക്രൂയിസിൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും കുറേ വിശേഷങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാനായി വീണ്ടും വരാം. സുകന്യ ജെറാം ടോക്കിംഗ് ടു യു. ബൈ.